കനത്ത മഴയിൽ തെക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടം. അപ്പർ കുട്ടനാട്ടിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. കൊല്ലം ഇളമ്പള്ളൂരിൽ സ്കൂൾ ബസിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. തോരാതെ പെയ്യുന്ന മഴയിൽ ആലപ്പുഴ ജില്ലയിലെ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കായംകുളത്തെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ നെടുമ്പുറം റോഡിൽ വെള്ളം കയറിയതിനാൽ KSRTC സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു. KSRTCയുടെ സർവീസ് നീരറ്റിപ്പുറം വരെ നീട്ടാത്തതിനാൽ തലവടി പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു. ആലപ്പുഴയിൽ 216 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. അമ്പലപ്പുഴ താലൂക്കിൽ മാത്രം 715 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൊല്ലം ജില്ലയിൽ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. 164 വീടുകൾ ഭാഗികമായും 6 വീടുകൾ പൂർണ്ണമായും തകർന്നു. കൊല്ലം ഇളമ്പള്ളൂരിൽ മരം വീണ് നിർത്തിയിട്ടിരുന്ന സ്കൂൾ ബസ് തകർന്നു. കൊല്ലം കരവാളൂർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കൃഷിനാശമുണ്ടായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതി ഉയർന്നു. 3 ലക്ഷം രൂപയിലധികം നഷ്ടപരിഹാരം നൽകേണ്ടുന്നതുണ്ട്. 10 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടാകുമ്പോൾ 3 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം നൽകാൻ കഴിയൂ. എന്നാൽ ആ നൽകാൻ കഴിയുന്നത് തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഇത് റിപ്പോർട്ട് ചെയ്താൽ മാത്രമാണ്. പഞ്ചായത്തിൻ്റെ കൃഷി ഭവനിൽ നിന്ന് കൃഷി ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ അവർക്ക് ഒരു 10 കർഷകർക്കായിട്ട് കൂടിപ്പോയാൽ 5000 രൂപ വീതം 50,000 രൂപയുടെ നഷ്ടപരിഹാരം നൽകാൻ കഴിയും. മഴക്കെടുതിയിൽ കൊല്ലം ജില്ലയിൽ ആകെ 48,69,000 രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊല്ലം.